മായ്ക്കണമേ. ശത്രുതയെല്ലാം നീക്കി നിതാന്തം ഹൃദയം ദീപ്തമാക്കാം. അപരാധങ്ങൾ നീക്കണമേ. ഏകമനസായി ദിവ്യരഹസ്യം നിതരാ അപരാധങ്ങൾ നീക്കണമേ. പാപകടങ്ങൾ മായ്ക്കണമേ. ഉദ്ധാനത്തിനും അതുപോൽ ജീവനും കാരണമായിടുവാൻ അപരാധങ്ങൾ നീക്കണമേ. പാപകടങ്ങൾ മായ്ക്കണമേ. സമാധാനത്തോടുകൂടെ പിതാവായ ദൈവമേ, കാരണവരം ഞങ്ങൾക്ക് നൽകിയ വിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നദ്ധിയിൽ എപ്പോഴും നിർമ്മലാഹൃദയനും പ്രസന്നവദനും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഞങ്ങളുടെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തനത്തിൽ വീഴാനില്ലാതെ ശരിയാകണേ. പിതാവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കാരണം ഞങ്ങൾ ഗണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. മരത്തിൽ നിന്നുള്ള കലറിലേക്കുള്ള വഴി തുറന്നുവെങ്കിൽ നമ്മുടെ വംശത്തിന്റെ പ്രത്യാശയായ മിശിഹ നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നു തന്നു. രക്ഷ അറിയിച്ചവന്റെ സ്വരം കേട്ട് മരിച്ചവർ ജീവിക്കുകയും അവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. സഹോദരനെ വരുവിൻ, മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് മരിച്ചവരുടെ ഉയർപ്പ് നമുക്ക് പ്രഘോഷിക്കാം. സ്വീകരണത്തിനുള്ള സമയമാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ യോഗ്യതയുള്ളവർ മാത്രമേ വിശുദ്ധ കുർബാന സ്വീകരിക്കാവൂ എന്ന കാര്യം പ്രത്യേകമായിട്ട് അനുസ്മരിപ്പിക്കുന്നു. ഇല്ലാത്തവർക്ക് വരികയും ആശീർവാദം സ്വീകരിച്ച് പോവുകയും ചെയ്യാവുന്നു.
യേശുദൻ കരതാരിലെന്നും ഒരു കുഞ്ഞു പൈതലായി ചാഞ്ഞുറങ്ങിടുമെന്നും മനമൊരുകും നേരം മനസ്സിൻ്റെ ഉള്ളിൽ തിരുവോസ്തിയായി നീ നിറയുന്നു. മിഴി നിറയും നേരം മിഴിനീർ തുടയ്ക്കാൻ വചനമായി എന്നിൽ നിറയുന്നു. എന്നും ബലിവേദിയിൽ എനിക്കായി നാഥൻ സ്വയമേ ശൂന്യനാവുന്നു. എന്നും ബലിവേദിയിൽ എനിക്കായി നാഥൻ സ്വയമേ ശൂന്യനാവുന്നു. ഓ സ്നേഹമേ, ഓ എൻ ജീവനിൽ അകതാരിൽ നിറയേണമേ. വൈകാതെ വരണേ മനതാരിനുള്ളിൽ പരമകാരുണ്യനാഥ. വൈകാതെ വരണേ മനതാരിനുള്ളിൽ പരമകാരുണ്യനാഥ. പിഴകൾ ഞാൻ ചൊല്ലി കരയുന്ന നേരം ക്ഷമിക്കുന്ന സ്നേഹമായി അണയുന്നു നീ. ഇരുളുന്ന വഴിയിൽ പ്രഭ തൂകിടാനായി ഒരു സ്നേഹദീപമായി നിറയുന്നു നീ. ഞാൻ പോലും അറിയാതെ ആത്മാവിനുള്ളിൽ നീ വന്നു വാസമാകുന്നു. ഞാൻ പോലും അറിയാതെ ആത്മാവിനുള്ളിൽ നീ വന്നു വാസമാകുന്നു. യേശുദൻ സ്നേഹാർദ്രമിഴികളിൽ ഒരു കോടി ജന്മം ഞാൻ നോക്കിയിരുന്നിടും. യേശുദൻ കരതാരിലെന്നും ഒരു കുഞ്ഞു പൈതലായി ചാഞ്ഞുറങ്ങിടുമെന്നും. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനീനമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ പങ്കുചേരുവാൻ മർത്തരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി.
ഞങ്ങളോട് കാണിച്ച വലിയ കൃപയെ പ്രതി ഞങ്ങളുടെ മഹനീയ നാമത്തിന് എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, അമൃതത്തിന്റെ ഔഷധമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സ്ഥലത്തിന്റെ നാഥ എന്നേക്കും. ആമേൻ. മരണം മൂലം മരണത്തെ വിജയിച്ചവനാം മിശിഹായേ, ശ്വാശ്വത ജീവൻ ഉറവിടമേ, നിൻ തിരുനാമം മഹനീയം. നിന്നുടെ രക്തശരീരങ്ങൾ കൈക്കൊള്ളുന്നവരെല്ലാരും പാരിൽ മൃത്യു വരിച്ചാലും ജീവിച്ചിടും സ്വർഗത്തിൽ. അവരുടെ സ്മരണയുണർത്തിടുമേ, ബലിയിൽ ചേർന്നവരാം നിങ്ങൾ സ്വർഗോന്മുഖരായി ജീവിക്കാൻ കൃപയാലെന്നും നിറയട്ടെ. ജീവനും തിരുസ്ലീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ, സംരക്ഷിതരായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇരിക്കുക. ഇപ്പോൾ കുടുംബാംഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് രണ്ട് വാക്ക് സംസാരിക്കും. Hello, my name is Shiju Ellicott. I'm the second son of John and Mary Ellicott, and Shaiju's first cousin. So Shaiju was born on November 2nd, 1974 in Taliolo Paramba. His parents were Peter and Eliama Ellicott. He was the youngest of four. His oldest brother, Shibu, his sister Shima, and his sister Shiny. Patar's uncle was in the army, so for high school, Shaiju went to the army school in Trivandrum. He did his pre-degree at DB College back in Taliolo Paramba. He attended St. Stephen's College in Uruvor. He came to the U.S. in 1995 with his parents at the age of 20. I didn't know him very well while he was in India because we were here. So I didn't get to know him until after he came here in 1995. One thing that was very apparent about Shaiju is that he was a free spirit, in the sense that he was not someone that was held down by the normal conventions of what many of us do. He was someone who wanted to be free and independent, and from an early age we knew that the traditional route of marriage and family was not what was going to make him happy. So to me, I appreciate the fact that he recognized that at an early age and pursued a life that made him happy. When he came to the United States, he did various professions. He was an auto technician. He went to plumbing. He drove a pace bus, but ultimately he was driving trucks, and he was driving trucks across the country, which to me, based on how I knew him, was really the right thing for him to do, because he enjoyed that independence, being on his own, not having to rely on others, and just being able to be free and see the country as most people don't get a chance to do. He was doing what he loves, driving his truck, when he had the heart attack that caused him to be hospitalized.
It's a blessing that he was in Georgia when this happened, as we have family there. I'd like to thank the Atlanta family for making sure that he got the care that he needed in the hospital, especially Shai Jain, because he did so much while he was there. I also want to appreciate Dr. Emily Boothengel for all that she did to make sure that he got the care that he needed while he was in the hospital in Atlanta. She did that while she was here, went to see him, talked to all the doctors, and made sure that he was getting the appropriate care. We did try to bring him to Chicago to get him to transfer here, but while he was in the hospital, he had a lot of different issues that came up, so unfortunately that wasn't possible. I want to also thank Jos Manakart for making sure that we were able to gather here today and have him be in Chicago, where most of his family and friends are, so that we can honor and respect him as we should. So when I think of Shaiju, you know, although he was always on the road, he'd always make sure that he came home for family events. So on Easter, Christmas, Thanksgiving, he would always be at my parents' house. And we would always get a chance to sit down and talk. And, you know, he was someone who in these conversations, he always had theories about why this world is as crazy as it is right now. He was always thinking of different angles on businesses that maybe we could start one day. My oldest daughter, Anissa, was a rower. She was on a rowing team in high school, and he would always tell her, "Why, you know, you shouldn't just be satisfied rowing on the Chicago River. You should row across the Atlantic and go to England." And obviously, he wasn't serious about that because that's a pretty dangerous thing for my daughter to do. But for him, it was his way of conveying to her how important it is to not just think and be satisfied with the status quo, but to also, you know, be thinking beyond that and aspire for something more. So I always did appreciate him for his way of thinking. When he passed, he was 47 years old. He would have turned 48 in November. Obviously, he was taken away from us way too young. But it serves as a reminder to us that we never know when our time will come. And it's in our best interest to be right with God and with each other so that we're prepared whenever it does happen. Now, Shaiju played a lot of roles in his life. He was a son, he was a brother, he was a nephew, he was a cousin, and he was a friend to many people. So all of us will miss him in our own ways. And we'll always hold his memories, the memories of him, the stories we have of what a character he was in our hearts. But as Catholics, we all know that when we are saying bye to Shaiju today, it's temporary. Because one thing we all have is hope. So what I want to leave you with is the idea that, yeah, we are saying bye to Shaiju today. We're paying our respects, appreciating him for who he was and the life that he lived. But we all have our hope, the hope in our hearts that as Christians, we hope to see him again. Not just him, but all of our family and friends that have passed before us. So thank you all for being here. It's a blessing that we're all here to be able to pray for him, pray for his soul together. I'll ask you to continue to keep him in your prayers and keep that hope in your heart that we will see him again. Thank you. ആദരണീയരായ വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സെ, ഷൈജുവിൻ്റെ അകാല നിര്യാണത്തിൽ ദുഃഖാതിരായിരിക്കുന്ന എലക്കാട്ട് കുടുംബാംഗങ്ങളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് നന്ദി അറിയിക്കുക എന്ന കർത്തവ്യമാണ്. ആദ്യമേ തന്നെ ഷൈജുവിൻ്റെ മരണവാർത്ത ആദരണീയനായ ജ്ഞാനായ നോർത്ത് അമേരിക്കൻ റീജിയൻ്റെ വികാരി ജനറലോട് വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വാക്കാണ് പറഞ്ഞത്, ഒരു ഡേറ്റ് മാത്രം തന്നാൽ മതി,
ബാക്കി കാര്യങ്ങളെല്ലാം പള്ളിയും ഇവിടുത്തെ ഫ്യൂണറൽ കമ്മിറ്റിയും ചെയ്തോളും എന്ന വലിയ സ്നേഹസമ്പന്നനായ ആ വാക്കുകൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇന്നത്തെ ഷൈജുവിൻ്റെ അന്ത്യകർമ്മങ്ങൾ മനോഹരമായ ഒരു പാട്ടുകുർബാന അർപ്പിച്ച ടോമി അച്ഛനും ലിജോ അച്ഛനും നന്ദിയോടുകൂടി ഈ അവസരത്തിൽ ഓർക്കുന്നു. ഇന്നത്തെ ഈ പള്ളിയുടെ അങ്കണം വളരെ മനോഹരമായി അലങ്കരിച്ച സിസ്റ്റർ സെവിലിയേഴ്സിനും സജീന സിസ്റ്ററിനും ജസീന സിസ്റ്ററിനും നന്ദിയോടുകൂടി എലക്കാട്ട് കുടുംബത്തിൻ്റെയും മറ്റിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. മുമ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1995 ഷൈജുവിൻ്റെ പ്രിയ മാതാപിതാക്കളോടൊപ്പം ഇവിടെ എത്തിച്ചത് പ്രിയങ്കരനായ ജോൺ എലക്കാട്ട് സാറും മേരിക്കുട്ടി ചേച്ചിയും അതോടൊപ്പം നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞ ജോസഫ് ഏട്ടൻ്റെയും അതോടൊപ്പം തന്നെ ത്രേസ്യാക്കുട്ടി ചേച്ചിയുമാണ്. ഷൈജുവിൻ്റെ പിതാവ് മരിച്ച അന്നു മുതൽ ഷൈജുവിനെ അവരുടെ രണ്ട് കുടുംബത്തിൻ്റെയും ഒരു പുത്രനെ പോലെ അവർ രണ്ട് കുടുംബവും ഷൈജുവിനെ ഈ 27 വർഷവും ഷൈജുവിനെ അമേരിക്കയിൽ അവർ പൊന്നുപോലെ നോക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ജോൺ സാറിനും ത്രേസ്യാക്കുട്ടി ചേച്ചിക്കും കുടുംബങ്ങൾക്കും എല്ലാം നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഫെബ്രുവരി 23 ഷൈജു അറ്റ്ലാന്റയുടെ അടുത്തുള്ള ഒരു മെഡിക്കൽ സെൻ്ററിൽ മുമ്പേ ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ച പോലെ അവിടെ എത്തിയപ്പോൾ ആ 23 മുതൽ കഴിഞ്ഞ ചൊവ്വാഴ്ച വരെ ഏത് മാർഗത്തിലൂടെയും ഷൈജുവിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് വളരെയധികം ആഗ്രഹിക്കുകയും അതിനുവേണ്ട എല്ലാ നടപടിക്രമങ്ങളും ഹോസ്പിറ്റലിൽ നിന്നും മറ്റ് അറിവിലൂടെയും എല്ലാം ശേഖരിച്ചതും അതിനുവേണ്ടി പ്രയത്നിച്ചതും മറ്റാരുമല്ല ഞങ്ങളുടെ പ്രിയ സഹോദരി തന്നെയാണ്. 100 സവിശേഷതകൾ ഉണ്ടെങ്കിൽ പോലും പ്രിയ സഹോദരിനെ പറയാതിരിക്കാൻ പറ്റിയല്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി ഡോക്ടർ എമിലി ചാക്കയാണ്. പ്രിയ എമിലി ചേച്ചിക്ക് ഈ അവസരത്തിൽ ഇവിടെ കൂടി എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. ഷൈജുവിനെ അവസാന നാളുകളിൽ ഷൈജുവിൻ്റെ അടുത്ത് പോയിരുന്ന് അല്പം നല്ല വാക്കുകൾ പറഞ്ഞ് ആശ്വാസ വാക്കുകൾ നൽകിയ പ്രിയപ്പെട്ട ഷാജി എലക്കാട്ട് ചേട്ടനും ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇത്രയും മനോഹരമായ ഒരു അന്ത്യോപചാര കർമ്മങ്ങളിലേക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത ഒട്ടനവധി പേരുണ്ട്, കുടുംബത്തിൽ നിന്നും പുറത്തുനിന്നുമായിട്ട്. ആദ്യമേ തന്നെ സൈബു എലക്കാട്ട് ചേട്ടനുണ്ട്, അതുപോലെ എബി എലക്കാട്ട് ചേട്ടൻ, പ്രസാദ് പൂവത്തിങ്കൽ, ജോസ് കണ്ടാരപ്പള്ളിയിൽ, ജിജി കുന്നത്ത് കിഴക്കേതിൽ, സിബിച്ചൻ പുത്തൻപരയ്ക്കൽ, അതോടൊപ്പം എൻ്റെ ബ്രദർ നൈജു മണക്കാട്ട്, അതോടൊപ്പം ജീവൻ തോട്ടിക്കാട്ടും. നിങ്ങൾക്ക് ഏവർക്കുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇന്ന് അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ടുകുർബാന ഇവിടെ അർപ്പിച്ച ഗായക സംഘം ജോബി പണയപ്പറമ്പിലും ആൻഡ് ജോസ്മോനും മറ്റ് ടീമുകൾക്കെല്ലാം വളരെ നന്ദിയോടുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അവസാനമായിട്ട് ഈ ഫ്യൂണറൽ കമ്മിറ്റി ഇന്ന് വളരെയധികം എന്നോടൊപ്പം നിന്ന് എല്ലാ ക്രമീകരണങ്ങളും ഭംഗിയായിട്ട് നൽകിയ ഈ മോട്ടിംഗ്രോവ് ഗ്രാനായ ചർച്ചിൻ്റെ ഫ്യൂണറൽ കമ്മിറ്റിയുടെ ചെയർ പീറ്റർ കുളങ്ങരയ്ക്കും അതോടൊപ്പം ഈ പള്ളിയുടെ കൈക്കാര കോർഡിനേറ്ററായ സാബു കട്ടപ്പുറവും മറ്റെല്ലാ കൈക്കാരന്മാർക്കും ഹൃദയത്തിൻ്റെ വാക്കുകളുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. KVTVയിലൂടെ ഷൈജുവിൻ്റെ പ്രിയ സഹോദരങ്ങൾ ഷിമ ചേച്ചിയും ഷൈനി ചേച്ചിയും പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ ഷിബുച്ചായനും ഈ അവസരത്തിൽ നാട്ടിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആഴമേറിയ ആ സ്നേഹത്തിൻ്റെ അവസാന ചുംബനങ്ങൾ ഈ അവസരത്തിൽ പ്രിയപ്പെട്ട സഹോദരൻ ഷൈജുവിന് അർപ്പിച്ചുകൊണ്ട് ഷൈജു ഞങ്ങളുടെ എല്ലാവരുടെയും അവസാന വാക്കുകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. അന്ത്യോപചാരം അർപ്പിക്കാനുള്ളവരെ പുറകിൽ നിന്ന് 2 ലൈനായിട്ട് ഇപ്പോൾ മുൻപോട്ട് വരണമെന്ന് താല്പര്യപ്പെടുന്നു. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി
ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴുമൻ രഥത്തിൻ്റെ ചക്രം മുൻപോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉണരുന്നു. അപ്പോഴുമെൻ മനസ്സിൻ്റെ സ്വപ്നം മുൻപോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴുമൻ രഥത്തിൻ മുൻപോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉണരുന്നു. അപ്പോഴുമൻ മനസ്സിൻ്റെ സ്വപ്നം മുൻപോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ഷൗക്കട്ടയിൽ നല്ല വെതറായതുകൊണ്ട് ഫാമിലി എല്ലാവരും അവിടെ അന്ത്യോപചാരം അർപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫാമിലി അല്ലാത്തവരെല്ലാവരും ഇവിടെ അന്ത്യോപചാരം അർപ്പിച്ചാൽ മതി. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അവിടെ അന്ത്യോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നു. അല്പം നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ ആകെയര നാഴിക മാത്രം ഈയുടുപ്പു മാറ്റുവാൻ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി
ഞാൻ തനിയെ പോകുന്നു. ഇമ്മീഡിയറ്റ് ഫാമിലി അവിടെ മാത്രം അന്ത്യോപചാരം അർപ്പിച്ചാൽ മതി. ഇവിടെ അന്ത്യോപചാരം അർപ്പിക്കേണ്ടതില്ല. നമുക്ക് ഏറ്റവും നിന്ന് അവസാനത്തെ പ്രാർത്ഥനകൾ, ദേവാലയ പ്രാർത്ഥനകൾ നമസ്കാര പുസ്തകത്തിലെ പേജ് നമ്പർ 136. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയുന്നീശോ മൃതരാമഖിലർക്കും ജീവനും അതുപോൽ ശരണവും അരുളിടാൻ. കർത്താവിനെ ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. മൃതിയാൽ തന്നെ മൃതിയുടെ കൈപ്പെല്ലാം കഴുകിയ നാഥ നിന്നെ നമിക്കുന്നു. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടൻ എഴുന്നേൽക്കും. അവന്റെ നാമം എന്നും ധന്യമാകുന്നു. മൃതിയെ മുറപോൽ നാഥനയക്കുന്നു. ദുഷ്ടനുമിളയിൽ ശിഷ്ടനുമൊരുപോലെ. ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം. വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീ എന്നെ സൃഷ്ടിച്ചവന്റെ മേൽ കൈകൾ വച്ചു. ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി. നിന്നെ നമിക്കാൻ നൽകണമുത്ഥാനം. അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. മേഘത്തേരിൽ നാഥനെഴുന്നള്ളും. മൃതരെ വിളിക്കും, ജീവനവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശമുദിച്ചു. കനകപ്രഭയിൽ കബറിടമൊളിച്ചുന്നും. അതിലുള്ളവരോ നാഥന് പുകഴ് പാടും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതനുമേവം കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു. ആദ്യം മുതൽ നീക്കുവാമേൻ. ഈശോനാഥ മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സത്യവിശ്വാസത്തോടുകൂടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരൻ ഷജുവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോടുകൂടെ ഇയാളെ തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം അയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഗണത്തിൽ ഇയാളെ മാറാകട്ടെ. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ചു കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദിസ വഴി എന്നെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കുദാസുകളാൽ എൻ്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ ബാലകരമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് ഭക്ഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എൻ്റെ സഹോദരരെ, നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ
ജീവിതവിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമോടെ വിരമിക്കരുതേ. സ്ഫുടമായി കേൾക്കാം പുനരുത്ഥാനം നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങും കാഹളനാദം ആകാശത്തിൽ സീമകളെല്ലാം മുഖരിതമാക്കും. തിരുലിഖിതങ്ങൾ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും. സ്ത്രീ പുരുഷന്മാരന്തരമിയന ഉത്ഥാനത്തിൽ സ്വർഗം തന്നിൽ ദൂതർഗണക്കെ രാജിക്കുന്നു. മൃതനായി മിശിഹ മൂന്നാം ദിവസം ജീവൻ നേടി. ഭീകരമൃതിതൻ ചങ്ങലയേവം പൊട്ടിനുറുങ്ങി. മൃതിയുടെ കൊടുത കോട്ടകളെല്ലാം തട്ടി നിരത്തി നാഥൻ നവമായി ഉത്ഥാനത്തിൻ പാത തുറന്നു. സ്വർഗമടഞ്ഞോ രജസുതരിനിയും ജയലാളിതനാ വരുമീ ധരയിൽ കുരിശിൻ പ്രഭയാ പരിവേഷ്ടിതനാ. ആകാശത്തിൽ ദൂതന്മാരും ധരമേൽ നരരും അക്ഷമരായി നിൻ ആഗമ ദിവസം വാർത്തു കഴിപ്പോ. പോകുന്നേ ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി കിട്ടുന്നു ഉണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്തു പോകുമ്പോ. കഴിയുന്ന യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി കിട്ടുന്നു ഉണർന്നിടാൻ.